അയ്യോ അമ്മ അവളുടെ കോമഡി കരച്ചിലൊന്ന് കാണുമായിരുന്നു. കോമഡി കരച്ചില ഓമ്മ ഇരിക്കാണെങ്കിൽ ചിരിച്ചായി ഇങ്ങനെ ഇരിക്കായിരുന്നു. എല്ലാരും മുഖത്തോട്ട് നോക്കിയപ്പോണ്ടല്ലോ എല്ലാരും അയ്യേന്ന് പറഞ്ഞ എക്സ്പ്രഷൻ ഇട്ടോണ്ട് ഒരു നിപ്പ്. ഞാൻ എന്ത് ചെയ്തു, അപ്പൊ തന്നെ മിസ്സിന്റെ അടുത്ത് പോയി കാര്യം പറഞ്ഞു. മിസ്സേ അവിടെ വരേണ്ട എക്സ്പ്രഷൻ അതല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടെന്ന്. ഉടനെ മിസ് പറഞ്ഞു എന്നാ മോളൊന്ന് ചെയ്ത് കാണിക്കും. ഞാൻ എന്ത് അപ്പൊ തന്നെ ഞാൻ സ്റ്റേജിലോട്ട് കയറി. ഞാൻ അപ്പൊ തന്നെ അഭിനയിച്ചു കൊടുത്തു. എല്ലാരും ഭയങ്കര കയ്യടിയായിരുന്നു. ഓ സാറൊക്കെ എണീച്ച് എന്നിട്ടെന്തോന്ന്, എന്നിട്ട് ഞാൻ ഇങ്ങനെ കറങ്ങിയൊക്കെ നിന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, ആ കുട്ടി ഇത്ര ആഗ്രഹിച്ച് നിന്നല്ലേ, നായകവേഷം ആ കുട്ടിക്ക് തന്നെ കൊടുത്തേക്ക്, എനിക്ക് വേണ്ട, ഞാൻ അങ്ങ് സ്വയം ഒഴിഞ്ഞു. അങ്ങനെ പറഞ്ഞാണ്, അല്ലാതെ നിന്നെ അവര് മൈൻഡ് ചെയ്യാത്തോണ്ടല്ല. അങ്ങനല്ല, ഞാൻ പറഞ്ഞില്ല അവർക്കൊക്കെ ചെറിയ അസൂയ എന്റെ അടുത്തുണ്ടേ. ശരിയാണ്, അസൂയുണ്ട്. എന്തിനെന്ന് ചോദിച്ചോക്കും. എന്തിനടി അത് ഞാൻ ഇത്ര നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. നിന്റെ അഭിനയം ആര് കണ്ടേക്കുന്നു ഇവിടെ ഉള്ളവരല്ലാതെ? ഞാൻ അവിടെയും കാണിക്കാറുണ്ട്, ഇവിടെ തന്നെ കണ്ടിങ് കൂടുതലേ. എടി ഇത് സെയിം നമ്പർ അല്ലടി നീ കഴിഞ്ഞ ആഴ്ച ഞങ്ങളടുത്ത് അടിച്ചത്? എപ്പ അമ്മ? മറ്റേ ഓണം സെലിബ്രേഷന്റെ തിരുവാതിരക്കളിയുടെ കേസില്. ഡയലോഗ് എങ്കിലും മാറ്റി പിടിച്ചൂടെ നിനക്ക്? ഡയലോഗ് ഞാൻ ചെറുതൊരു മാറ്റിയിരുന്നില്ലമ്മ. മാറ്റിയില്ല, സെയിം ഡയലോഗ് ആയിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്റെ മോളുടെ ഡയലോഗ് അല്ലേ അമ്മ? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്. സീരിയസ് ആയിട്ട് പറഞ്ഞത്. എടി തള്ളി മറിക്കണ എനിക്ക് ഒരു പരിധി വേണ്ടേ? അങ്ങനെ പരിധിയൊന്നുമില്ല തള്ളിന്ന്. ഒന്നുമില്ല, നിന്റെ അച്ഛനും അമ്മയാണ്, നിന്നെ നോക്കി വളർത്തുന്ന ആൾക്കാരാണ്. നമ്മൾ ഇങ്ങനെ അങ്ങ് കൊല്ലരുത്. ഡേ എന്തോ പ്രൊമോഷൻ പറഞ്ഞു എന്റെ ഫോൺ എടുക്കരുതെന്ന്. നിന്റെ ഫോൺ നിന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്, ഞാൻ ഇപ്പൊ എടുത്തില്ലല്ലോ. അമ്മ ഇവളെ എന്റെ ഫോൺ എടുത്തിട്ട് എന്റെ ഫ്രണ്ടിനോട് എന്തൊക്കെ പറഞ്ഞെന്നറിയോ? എന്തൊക്കെ പറഞ്ഞു? എന്റെ ഫ്രണ്ട് റിയ അച്ഛൻ അറിയാലോ, അവളെ കയറി ഇവള് ചോദിത്തവളാന്ന് വിളിച്ചു. അയ്യോ എന്തോന്ന് മോളെ ഇതൊക്കെ? അച്ഛാ ആ കൊച്ചിന്റെ പേരല്ലേ ഞാൻ വിളിച്ചുള്ളൂ, വേറെ ഒന്നും വിളിച്ചില്ലല്ലോ. അവളുടെ പേരാ? നീ ആരുടെ അവളെ ചോറിത്തവളാന്നൊക്കെ പറയാനായിട്ട്? ഒന്നാമത് അവളെ ഇരട്ട പേരായിരുന്നു. ഇത് കാരണം അവളിപ്പോ എന്റെ അടുത്ത് മിണ്ടുന്ന പോലും ഇല്ല. അതുകൊണ്ട് അവൾ നിന്റെ അടുത്ത് മിണ്ടാത്ത തന്നെ കാര്യമായിപ്പോയി. നിനക്ക് എന്തായാലും ഇപ്പം എന്റെ ഫോൺ ആവശ്യമില്ലാതെ എടുത്തിട്ടോ അനാവശ്യമായിട്ട് മെസ്സേജ് വെച്ചിട്ട് നീ കൂടുതലായിരുന്നു ബാധിക്കല്ലേ. റിങ്കി നീ എവിടെ ചാടി പോണേ? നീ പിന്നെ അടിച്ചെന്തിനാ? നീ ഇത് ചെയ്തോണ്ട് അടിച്ചത് ശരിയായില്ല. എന്തൊക്കെ ചെയ്താലും ശരി, അടി പറ്റൂല കേട്ടോ. അപ്പൊ ഇവള് ചെയ്തത് ശരിയാണെന്നാണ് അമ്മ പറയണേ. അവള് ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞില്ല, പക്ഷെ നീ ചെയ്തത് തെറ്റാണ്. ഇപ്പൊ മോളെ നീയാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നീ വിളിച്ചു സോറി എന്ന് പറ. ആ ചോദിച്ച ഞാൻ സോറി വേദനിക്കട്ടെ. വേദനിക്കാൻ തന്നെ അടിച്ചത്. നീ ഈ അഭിനയം നീ മറ്റേ സ്കൂളിൽ കഴിച്ചു വെച്ചിരുന്നെങ്കിൽ നിന്നെ തന്നെ നായികയാക്കൂളായിരുന്നു. കോളേജിൽ അല്ല എന്തായിരുന്നാലും നീ അവളോടല്ല ഇവളടുത്ത് സോറി പറ. നിന്റെ ചേച്ചിയോട് സോറി പറ. കരച്ചിൽ പോയത് കണ്ട ഞാൻ പറഞ്ഞില്ലേ, മറന്നുപോയി. കരടി ഓണ ആക്ടിങ് കൊണ്ട് വന്നേക്കണോളെ. മോളെ നീ തെറ്റ് ചെയ്ത് നീ മോളോട് സോറി പറ. സോറിയോ? സോറി പറഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ സോറി. എന്നോടല്ല അവളോട് പറയാൻ. സോറി ഞാൻ പറയൂല. കണ്ടല്ലേ അവളെ അഹങ്കാരം കണ്ടില്ലേ? അപ്പൊ ഞാൻ രണ്ടടി കൊടുത്തതിന് ഒരു തെറ്റുമില്ല. കയ്യാങ്കളി വേണ്ട ഇറങ്ങി കൈ ചൊറിഞ്ഞു വരെയാണ് എന്റെ. ഇങ്ങോട്ടേക്ക് എന്തേ സോറി. മുഖത്തോക്കി പറയടി സോറി. ഒന്നുകൂടെ മുഖത്തോട്ടേക്ക് സോറി. അവള് സോറി പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? ഇതൊന്നും വഴക്ക് തീർക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമൊന്നുമില്ലേ? തീർത്തില്ല. ഇപ്പം ഇതാണ് തീർപ്പ്. മോളെ റിങ്കി അവള് സോറി പറഞ്ഞല്ല. നിന്റെ അനിയത്തിയല്ലേ, ക്ഷമിച്ചേ. ഓ അതാണ് ഇപ്പൊ എന്റെ കുറവ്. മകളെ പോട്ട്. ഞാൻ പോണു. നന്നായി ഇറങ്ങിപ്പോ. എന്റെ ചെരുപ്പാണ് ഇതിനുള്ള പണി ഞാൻ നിനക്ക് തരൂടി. നോക്കിക്കോ, നീ കോത്തിരുന്ന് നീ കണ്ടു. ഞാൻ കാണാടി. എന്തോന്ന് മണി എവിടെ കിട്ടി രണ്ടെണ്ണത്തിനെ? ഞാൻ കൊണ്ടുവന്നല്ല. ഞാനും കൊണ്ടൊന്നല്ല. ഇതുപോലെ തന്നെ മാമ, ഞാൻ പണ്ട് ലഡാക്ക് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഞാനിങ്ങനെ നടന്ന് അങ്ങനെ ദാഹിച്ച് വലഞ്ഞിങ്ങനെ നിൽക്കുമ്പം പെട്ടെന്ന് ദൈവം പ്രത്യക്ഷപ്പെടുന്ന പോലെ ഒരു സുന്ദരിയായിട്ടുള്ള പെങ്കൊച്ച് വാട്ടർ ബോട്ടിലുമായിട്ട് നിൽക്കുന്നു. മനുഷ്യന് കഷ്ടകാലം വരുമ്പോണ്ടല്ലോ ദൈവം എങ്ങനെയെങ്കിലും ആരെങ്കിലും കൊണ്ടിട്ട് നമ്മളെ സഹായിക്കും. സത്യമാ. ഇതുപോലെ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ പണ്ട് ഡെറാഡൂണി നിൽക്കുമ്പോഴ് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ചായ കുടിക്കാതെ തലവേദന എടുത്തിങ്ങനെ വലഞ്ഞു നിൽക്കുമ്പോഴ് പെട്ടെന്ന് ദൈവം പ്രത്യക്ഷപ്പെട്ട പോലെ ഒരു സുന്ദരിയായിട്ടുള്ള പെങ്കൊച്ച് ഫ്ലാസ്കിനകത്ത് ചായ ആയിട്ട് നിൽക്കുന്നു. എന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ച് ചായ വേണോ ചേട്ടാന്ന്. മലയാളത്തിലല്ല, ഹിന്ദിയില് ചായ ചേട്ടാന്ന്. ഞാൻ പറഞ്ഞു ജീന്ന്. ഈ സുന്ദരിമാരൊക്കെ നിന്റെ മുമ്പേ വരുള്ള, അല്ലാതെ ആണുങ്ങളാരും വരൂല്ലേ? ആണുങ്ങളൊക്കെ വരാറുണ്ട് മാമ, പക്ഷെ ഞാൻ അവരെ മൈൻഡ് ചെയ്യത്തില്ല. ഇങ്ങോട്ട് വെക്കടാ.
അമ്മേ എന്റെ ഭഗവാനെ കൊള്ളാം. ഇത് ഇത്ര താമസ ചായ ഉണ്ടേ. ഒന്നും പറയണ്ട. രണ്ടെണ്ണം കൂടെ തമ്മിൽ പൊരിഞ്ഞടി. എടി അത് ഇപ്പോഴുള്ളതാണോ? പണ്ട് പോലെ അങ്ങനല്ലേ? അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കണം. എന്റെ പൊന്നു മണിക്കൂട്ടാതൊക്കെ ഒത്തിരിയല്ല, ശ്രീരമയുടെ ഉള്ളതാണ്. പിന്നെ സ്ഥിതി ഉള്ളതാണെന്നും പറഞ്ഞിട്ട് അടി ഉണ്ടായിക്കൊണ്ട് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ശരി, അത് നമ്മൾ കുഞ്ഞുനാളി എത്രമാത്രം അടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ അവരെ അവരുടെ വഴിക്ക് വിട്ടുക. അവരെ വഴിക്ക് വിട്ടുകഴിഞ്ഞാലേ രണ്ടിലേതെങ്കിലും ഒരെണ്ണത്തിന്റെ കാര്യം തീരുമാനമാവും. ഒന്നുമില്ല. എന്തോന്ന് സ്വഭാവം ഇത് രണ്ടെണ്ണത്തിന്? മതിയായി എനിക്ക്, മതിയായി ഈ സ്വഭാവം. അടി മറ്റേ ചെറുതുണ്ടല്ലോ, ജനിച്ച ദിവസം തൊട്ട് തുടങ്ങിയതാണ്. ജനിച്ച ദിവസം റിങ്കിയുടെ മടിയിലെടുത്ത് വെച്ചു കൊടുത്ത് തുടങ്ങിയത് എന്നെ മുഖത്തിട്ട് ചവിട്ടിക്കൊണ്ടാണ്. അന്ന് തുടങ്ങിയതാണ് ഈ അടി. അയ്യോ, നിങ്ങൾ ചായ പിടിച്ചിരിക്കും, ഞാൻ വരാം. അതുപോലെ തന്നെ മാമ, ആ ഞാൻ പണ്ട് മേഘാലയ നിൽക്കുമ്പോഴേ ഇതുപോലെ ദാഹിച്ചു വലഞ്ഞ് തലവേന എടുത്ത് നടക്കുമ്പോഴേ, വെള്ളം കുടിക്കാനും ദാഹമുണ്ട്, ചായ കുടിക്കാഞ്ഞിട്ട് തലവേനയുണ്ട്. നടക്കുമ്പോൾ രണ്ട് സുന്ദരിയായിട്ടുള്ള പെങ്കൊച്ചുങ്ങൾ, ഒരു പെങ്കൊച്ചിന്റെ കയ്യില് പിന്നെ ഫ്ലാസ്കും ഒരു പെങ്കൊച്ചിന്റെ കയ്യില് വാട്ടർ ബോട്ടിലായിട്ട് വന്നിരുന്നു. പാനി ചാകത്തെ ഹോ ചേട്ടാ, ചായ ചാകത്തെ ഹോ ചേട്ടാ എന്ന് പറഞ്ഞു. ഞാൻ രണ്ടുപേർത്തും പറഞ്ഞു ജീന്ന്. എന്തൊരു തള്ളകളാണ് എന്റെ മുമ്പ്. തള്ളു പിന്നല്ല, സുന്ദരായ പൊമ്പിളാണ് നിന്റെ മുമ്പാവൻ. വേറെ ആരും വരൂല്ല. എന്റെ മാമ, ഞാൻ എത്ര കാലം ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്ന അറിഞ്ഞൂടായോ? അത് ശരി തന്നെ. ഇന്നലെ ഇങ്ങനെയും തള്ളൂടെ. പഞ്ചാബിലും ഒക്കെ ഉണ്ടായിരുന്നു ഞാന്. സത്യം പറയണ്ടോ, ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞാനേ അടുക്കളയിലോട്ട് പോയപ്പോ ഇവിടെ ആരും ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്നു പറയണായിട്ട്. ഇവ കേരളം വിട്ട് പുറത്തു പോകാത്ത ഇങ്ങനെ എപ്പോ ഉത്തരേന്ത്യയിൽ പോയി? വല്ല സ്വപ്നത്തിലും പോയത് തന്നെ? അല്ല, ഞാൻ പഞ്ചാബിൽ ഉണ്ടായിരുന്നു. എപ്പോ? ഉത്തരേന്ത്യ പോയായിരുന്നു. കൊല്ലം ജില്ല വിട്ട് പോയത് തന്നെ 40 വയസ്സിന് ശേഷം. അല്ല, അത് നീ ഇവിടെ അല്ലായിരുന്നോ ജീവിച്ച? കല്യാണം കഴിച്ച് ഇങ്ങ് പോകുന്നില്ലായിരുന്നു? എന്തിനാ ഇങ്ങനെ തള്ളണത്? മതി, കാര്യം പറയുമ്പോഴേ സത്യം പറഞ്ഞ ആർക്കും വിശ്വാസമില്ല. സത്യം പറയാനുണ്ടല്ലോ, ഞാൻ കരുതി നിങ്ങൾ ഇവിടെ കിടന്ന് വഴക്കിടുകയെന്ന്. അങ്ങനെ തോന്നിയില്ലേ? അതാണ് ഞങ്ങളുടെ വിജയം. എന്ത് ചെയ്യായിരുന്നു? അഭിനയമായിരുന്നു. അതുപോലെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് അടി ഇടുന്നതിന്റെ കൂട്ട്. സത്യം പറയാൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും സിനിമയിലോ സീരിയലോ ഒക്കെ അഭിനയിച്ചൂടെ? ഓക്കെ, പോട്ടെ. പോയോ? എന്തുവായിരുന്നു? എന്തോ പറഞ്ഞേ നേരത്തെ? എന്റെ അടുത്ത് എന്താ പറഞ്ഞേ? അഭിനയം വന്നല്ലേ? ഇനി ഞാൻ അപ്പുറത്ത് നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നതാ. അറിയാവോ? അപ്പൊ രണ്ടുപേരൂടെ ആഹാ, പിള്ളേര് കൊള്ളാവില്ല, അടിയായിരുന്നു. ആരോ വിളിച്ചോണ്ടിരിക്കണു. ഹലോ. രാജേഷ്, അത് അയച്ചിട്ടുണ്ടല്ലോ. ഞാൻ മെയിൽ കണ്ട ഉടൻ തന്നെ ഞാൻ അത് ഫോർവേഡ് ചെയ്തു.
അതെല്ലാം ജെന്യൂനാണ്, കൊടുക്കാം. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ശരി. അതെ, ശരിക്കും കൊടുത്തളിയ. ആർക്ക്? ശരിക്ക് രണ്ടിനും കൊടുത്തു. എന്തോന്നാളി പറയാ? പിള്ളേർക്ക് രണ്ടിനും ആവശ്യത്തിന് മിഷ്ടാനും അടി കൊടുത്തു. എന്ത് പറ്റി? എടി, ഞാൻ അവരുടെ റൂമിനടുത്തോട്ട് ഇങ്ങനെ വരികയായിരുന്നു. അപ്പൊ അകത്തുനിന്ന് ഒരു ബഹളം കേട്ടു. എന്തോ അവര് തമ്മിൽ വഴക്കിടുന്നു അല്ലേ. അപ്പൊ ഞാൻ അകത്തോട്ട് കയറി ചെന്നപ്പോ ഇവര് പെട്ടെന്ന് ഒരു അഭിനയം, ഇവരങ്ങ് കെട്ടിപ്പിടിയും സ്നേഹവും അതുവരെ ഇടിയിട്ടോണ്ടിരുന്നവരാ. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾ നാടകം കളിക്കാം. സത്യം പറഞ്ഞ് ഞാനങ്ങ് വിശ്വസിച്ചു പോയി. അതുപോലെ ഭയങ്കര അഭിനയം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ആ റൂമിന് വെളിയിൽ ഇങ്ങനെ മാറി കുറച്ചു നേരം നോക്കിക്കൊണ്ടിരുന്നപ്പോഴ് എനിക്ക് മനസ്സിലായി ശരിക്കും അടി കിടക്കുക. അപ്പൊ അകത്തോട്ട് കയറി ശരിക്കും രണ്ടിനും ഞാൻ കൊടുത്ത് അടിക്കൊണ്ട് ഓടിയത്. ഓ, അപ്പൊ അതാണ് രണ്ടും കൂടെ ഓടിക്കളഞ്ഞത്. എനിക്ക് രണ്ടും കൂടെ അടി ഉണ്ടാക്കുമ്പോഴല്ലേ രണ്ടെണ്ണം പൊട്ടിക്കണത് നന്നായിട്ട് തോന്നാറുണ്ട്. പക്ഷെ അതെ സമ്മതിക്കില്ലല്ലോ, പിള്ളേരെ തല്ലാൻ പാടില്ലെന്ന്. പണി ഇത് പഴയ കാലമൊന്നുമില്ല. പിള്ളേരെ അടിച്ചു പഠിപ്പിക്കാൻ നമ്മൾ അവരേതായ വഴിക്ക് പോകണം. സ്നേഹം കൊണ്ട് പറഞ്ഞ അവര് കേൾക്കും. എന്തായാലും അളിയന്റെ ഈ അഴകുഴമ്പ സ്വഭാവം കൊണ്ടാ പിള്ളേര് തോളെ കയറി ചെവി അടിക്കുന്നത്. അടി കൊടുക്കേണ്ടത് അടി കൊടുക്കണം. ഇതിനുമാതിരി റോഡ് സൈഡിലെ പിള്ളേരെ പോലെ. നീ ഇവിടെ കുത്തിയിരി, പിള്ളേരുടെ അവിടെ കിടന്ന് അടി കൂടണം. ഞാൻ കൊണ്ട് പോകണം. വീണ്ടും അടി ഉണ്ടാക്കണം. എന്തായാലും പഠിക്കില്ല. ഞാൻ ഇന്ന് രണ്ടെണ്ണത്തിനെ നോക്കി. ആവശ്യത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അളിയ അടിക്കണം. അത് ശരിയാവില്ല. ഒരിക്കലും ദേഷ്യം വരാത്ത ആളാണ്. നമുക്ക് നല്ല ദേഷ്യം വന്നു തോന്നുന്നു. ഇപ്പൊ രണ്ടിടത്തിന് കിട്ടുമല്ലോ പോവാന്. എന്റെ ക്ഷമയെ പരീക്ഷിക്കല്. രണ്ടിനെ കാലുമാർത്തു നടക്കൽ അടിച്ചാൽ എന്തോന്ന് മക്കളെ ഇത്? നിങ്ങക്ക് ഒരു സഹോദര സ്നേഹമില്ലല്ലോ. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് സങ്കടം വരികയാണ്. അല്ല, അളിയൻ അവിടുന്ന് ചാടിത്തുള്ളി ഇറങ്ങുന്ന കണ്ടപ്പോ ഞാൻ കരുതി ഇവിടെ വന്ന് രണ്ടിനെ തല്ലി കൊല്ലുമെന്ന്. അല്ല മണിക്കുട്ടാ, ഇവര് ഈ അടിയും ഇടിയൊക്കെ ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നല്ല, പണ്ട് മുതലേ ഉള്ളതല്ലേ. അത് തന്നെയാണ് പറഞ്ഞു തന്നത്. പണ്ട് മുതലേ ഉള്ളതാണ്. നിർത്തേണ്ട കാലമായി. മുഖത്തോട് മുഖം നോക്കിയാൽ കീരിയും പാമ്പുമാണ്. അതെ, ഞങ്ങൾ എല്ലാവരും മാറി മാറി പറഞ്ഞിട്ടും നിങ്ങൾ നന്നാവൂല. ഞാൻ ഒരു കാര്യം എല്ലാവരും കൂടെ പറയാം. ഇനി ഇവർ തമ്മിൽ മിണ്ടണ്ട, കാണാൻ വേണ്ട. ഇനി ഇതിലാരെങ്കിലും ഒരാൾ നമ്മളോട് കിടന്നാൽ മതി. ഇവർ ഒരുമിച്ച് ഇനി കിടക്കണ്ട. അത് ഞാൻ പറയായിരിക്കായിരുന്നു. അല്ലെങ്കിൽ ഈ പറക്കയിലൂടെ കിടക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല. എനിക്ക് താല്പര്യം. ഞാൻ കാണിച്ചു. ആളിയൻ ഇതെന്ത് പണിയാ കാണിച്ചത്? രണ്ടിനെ ഒന്നിപ്പിക്കാനുള്ളതിന് രണ്ടിനെ രണ്ടു വഴിക്കാക്കി വിട്ട് അവർക്ക് സന്തോഷമായി കാണും. അല്ല മണിക്കുട്ടാ, അവരകന്ന് തന്നെ നിൽക്കണം. അകന്ന് നിൽക്കുമ്പോഴേ ഉള്ളിൽ സ്നേഹം അറിയുള്ളൂ. എന്തോന്ന് അകന്ന് നിൽക്കാൻ? 2 റൂമല്ലേ മാറ്റുന്നുള്ളൂ. ഇവിടെ അടുത്ത് തന്നെയല്ലേ. ഒരു റൂമിൽ കഴിയുമ്പോഴാണ് ഇങ്ങനെ. ഇപ്പൊ നന്നാവും, നോക്കിക്കോ. എന്തോന്ന് ചെയ്യണം മാമ ഇത്? അളിയന്റെ കുഴപ്പാ. അളിയന്റെ കുഴപ്പം തന്നെ. രണ്ടിനെയും ചുമ്മാതെ ലാളിച്ച് വളർത്തേന്റെ കുഴപ്പമാ. വളർത്തുദോഷം അളിയാ. അട്ടി കൊടുക്കേണ്ട താടി കൊടുക്കണമായിരുന്നു കുഞ്ഞുനാളി മുതൽ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചക്കപ്പോത്തോലെ ആയില്ലേ രണ്ടെണ്ണം. എന്തടി നോക്കണം? ഞാൻ നോക്കും. നിനക്കതടി പഫ് ഫിഷേ എന്റെ കൊണ്ണെടുത്ത് അകത്തിറി. പൊടി മിണ്ടായിരുന്നെങ്കിൽ കട്ടൻ ചായ എടുത്ത് തലക്കഴിച്ചെറിഞ്ഞേ. എന്തോ എന്റെ ഇല ഇരിപ്പുണ്ട് കട്ടൻ ചായ എടുത്ത് മോത്തെടുത്ത് അറിയാൻ എനിക്ക് വലിയ പാടൊന്നുമില്ല. അതൊക്കെ പാടില്ല. ചെടി 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 തിളച്ച് വെന്ത് കിടക്കും. വായിൽ എന്താടി എല്ലില്ലാത്ത നാവ് മാത്രമല്ലല്ലോ. വേറെ എന്തോ ഇവിടെ 6 നാവിനടി എല്ലുള്ളത്. നിന്റെ നാവിന് കാണാൻ നീ പിശാചാണ്. പിശാച് ഉണ്ടടി. എന്റെ നാവിന് എല്ലുണ്ടടി. എരുമേ എന്തോ ഇത്? അപ്പം മനമാറ്റിരുന്ന് കഴിക്കാൻ അറിയാല്ലേ രണ്ടിനും? രണ്ടും കൂടെ സംസാരിക്കാതിരുന്നാൽ ഈ വീട്ടിൽ സ്വൈര്യം. അപ്പോ ഇവൾ എന്റെ ചേച്ചിയൊക്കെ തന്നെ ആന്ന് വെച്ചാൽ എനിക്ക് പഞ്ചപുച്ച അടക്കി നിൽക്കാനൊന്നും പറ്റൂല. കേട്ടല്ലേ?
അപ്പോ ലോകത്ത് ഇതുപോലൊരു അനിയത്തി ആർക്കും കൊടുക്കല്ലോ എന്റെ ദൈവമേ. അപ്പോ ഇതുപോലൊരു ചേച്ചി ലോകത്ത് ആർക്കും ഉണ്ടാവൂല. കാരണം ഇവള് ഒറ്റ പീസാ. ആടി ഞാൻ ഒറ്റ പീസ തന്നെയാടി. നീ വിടായിരുന്നു. എന്തിനാ എന്റെ പൊന്നെ, നീയൊക്കെ രണ്ടും നിന്റെ ജീവിതത്തിൽ നന്നാവും. എന്റെ റൂമ് എന്റെ സ്റ്റാൻഡ് എല്ലാം അങ്ങ് സ്വന്തമാക്കി വെച്ചിട്ടുണ്ട്. അവളൊരു കൂറ തുണി. ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഈ റൂമിൽ നിന്ന് അങ്ങ് മാറണം. ആശം മാറ് മാറ് മാറ്. നീ ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് വേണേ പുണ്യാകം തളിച്ച് എനിക്ക് ഇവിടെ മൊത്തം വൃത്തിയാക്കാം. തലേന എടുത്തത്. എന്തിനാ തലേന എടുത്ത? ഞാൻ എടുക്കും. എന്തിന്? മത്തങ്ങ പോലെ ഇരിക്കുന്ന തലേന നിന്റേതാണ്, ഇത് എന്റെ തലേന. ഓഹോ, എടുത്തോ എടുത്തോ എടുത്തോ. എനിക്ക് ഒരു പ്രശ്നം. നീ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി പോയി തന്നാ മതി. ആഹാ, എന്ത് സുഖം, എന്ത് രസം. ക്ലാക് ക്ലാക് ക്ലിക്. ഇതെന്റെ കിടക്ക ബഹുപർമ്മം. തരാടി, നിനക്ക് പിന്നെ തരാടി ഇതിനുള്ളത്. അയ്യോ അയ്യോ. ഇതൊന്നും വണ്ടി ഓടിച്ച് പഠിക്കുന്ന എങ്ങനെ അമ്മ സഹിച്ചു കിടന്ന് ഉറങ്ങുന്നത്? ഉറങ്ങിയില്ലേ? ഉറക്കം പറഞ്ഞില്ലമ്മ. മൊബൈൽ എടുത്ത് മാറ്റി വെച്ചിട്ട് കണ്ണടച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എയർപോർട്സ് കൊടുത്തിട്ട് ചെറിയിലെങ്കിലും വെച്ച് കിടക്കേ. അയ്യോ, ഈ പട്ടിയൊക്കൊന്നും ഉറക്കമില്ലേ? റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ധൈര്യം ഉണ്ടായിരുന്നേന്. എനിക്ക് പേടിയാവിടെ. ഇതാരീ ജനല് തുറന്നിട്ടത്? രാമ 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 പഹിമ രാമ പാദം ചെയ്യണേ ചേരണേ മുകുന്ദ രാമ പഹിമ. അങ്ങോട്ട് എണിച്ച് പോയാലോ? അല്ല വേണ്ട, ആമക്കേട. അല്ല വേണ്ട, പോവാം. പോകുന്നതാണ് എൻ്റെ ആരോഗ്യത്തിലുള്ളത്. എങ്ങനെ ഞാൻ ഇവിടെ തലറിങ് കിടന്നല്ല. കണ്ണ എൻ്റെ കൂടെ അല്ല പോവാൻ. ഈശ്വര, കണ്ണാടി ഇവിടെ പുല്ല്. നോക്കടി, നോക്കണ്ട കണ്ണാടി. എന്താണ് നിനക്ക് ഇങ്ങനെ ഒളിച്ചും പതുങ്ങിയൊക്കെ പറഞ്ഞേ? നീ ഇങ്ങനെ ഒളിച്ചും പതുങ്ങി പറഞ്ഞെന്തിന്? അത്
എനിക്ക് ഉറക്കം കിട്ടില്ല. നിനക്ക് ഉറക്കം കിട്ടില്ലെങ്കിൽ നീ മോളിട്ടോ, അവിടെ നല്ല ഉറക്കം കിട്ടും. ബാ ബാ, എന്റെ കൂടെ തന്നെ ഉണ്ടാവണേ. ചേച്ചി, നീ എന്നെ ഇനി ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോലേടി. എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പേടിയാടി. ഓഹോ, അപ്പൊ പേടിച്ചിട്ടാണ് എന്റെ അടുത്തോട്ട് വന്നതല്ലേ? സ്നേഹം കൊണ്ടൊന്നും അല്ല. അല്ല, അങ്ങനല്ല, അങ്ങനല്ല, സ്നേഹം കൊണ്ടോ. നീ വാ. അയ്യോ, അമ്മച്ചി, അങ്ങനെ മൂക്കടി മൂക്കുവരും. ചേച്ചി, പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടാ. നീയേ എന്നത് ഇവിടെ കടിച്ച ഒരു കടിയില്ലേ? എടി ഇവിടെ അല്ലടി, ഞാൻ അവിടെയാണ് കടിച്ചത്. ഇവിടെയാ? അതാണ് എന്റെ ദേഹം മൊത്തം നീർന്ന്. കണ്ടാ നീ എവിടെ കടിച്ചെന്ന പോലെ എനിക്ക് ഓർമ്മയില്ല. അതാണ് എന്റെ കടി. എന്തിനാണ് നീ അങ്ങനെ ചെയ്ത്? അപ്പൊ നീ എന്നെ കടിച്ചതാ? നീ എന്നെ ഇവിടെ കടിച്ചതാ? പിന്നെ നിന്റെ അവിടെ കടിച്ചു, ഞാൻ ഒന്നും കടിച്ചൊന്നുമില്ല. നീ ഒന്നും കടിച്ചില്ലേ? എന്താണ് മുറിഞ്ഞിരിക്കുന്നത്? മുറിഞ്ഞിരിക്കുന്നത് നിന്റെ നഹങ്കാരി കൊണ്ടായിരിക്കും. ആ, നിന്റെ പഞ്ഞ പല്ലുകറി കൊണ്ടുവന്നു. പിന്നെ എന്റെ പന്ന പല്ല നോക്കണേ, എന്ത് സ്ട്രോങ് പല്ലെന്നറിയോ? സ്ട്രോങ് പല്ല് ഞാൻ തിരിച്ചു കടിച്ചിരുന്നെങ്കിലേ, അതുപോലെ കടിച്ചിരുന്നെങ്കിൽ നീ ഇപ്പൊ ഇവിടെ ഇരിക്കൂല. നീ എന്തിനാ എന്നെ കൊങ്ങിക്കേറി പിടിച്ചെന്നിരുന്നു? നീ എന്നെ പിടിച്ചതാ? നീ എന്നെ പിടിച്ചതാ? ഞാൻ പിടിച്ചൊന്നുമില്ല. നീ ഒന്നും പിടിച്ചില്ലേ? അതിന്റെ ക്ഷീണം എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. പിന്നെ നീ എവിടെ പറഞ്ഞു കയറി പോണത്? നീയാണ് എന്നെ ഇങ്ങോട്ട് ഉപദ്രവിച്ചത്. നീ എന്റെ ചികിടത്തടിച്ചുകൊണ്ടാണ് ഞാൻ നിന്റെ ചികിടത്തടിച്ചത്. നീയാണ് എന്റെ കൂട്ടുകാരി കയറി ചോർത്തവളാന്ന് വിളിച്ചത്. നിന്റെ കൂട്ടുകാരെ ചൊറുത്തവളല്ലേ? അവള് ഭ്രാന്താണ്. അവൾക്ക് ഭ്രാന്തി.